ഇത് കണ്ട താമസിക്കാനൊന്നും ആളില്ലാത്ത കാരണം മൊത്തം പുല്ല് പിടിച്ചിരിക്കണാണ്. നല്ലൊരു വീടാണ്, പക്ഷേ ഇവര് ബാംഗ്ലൂർ സെറ്റിൽഡാണ്. അത് കാരണം ഇവിടെ താമസിക്കാനൊന്നും ആളില്ല. അതാണ് കംപ്ലീറ്റ്. ഇപ്പൊ നിങ്ങൾ കാണാൻ വരുമ്പോ ഇതൊക്കെ പുല്ലൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാനും നല്ല ഭംഗിയാക്കിയിട്ടുണ്ടാവും. കാരണം ഇപ്പൊ ആളെ നിർത്തുന്നുണ്ട് പെയിന്റിങ്ങിനും ഈ പുല്ലൊക്കെ ഒന്ന് വൃത്തിയാക്കാനേ. കാരണം ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കണ്ട ഫ്രൂട്ട്സിന്റെ മരങ്ങളും കാര്യങ്ങളും എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മുറ്റത്താണെങ്കിൽ വറ്റാത്ത കിണറുണ്ട്. പിന്നെ വെള്ളം കയറുന്ന സ്ഥലമല്ല, പ്രളയത്തിന് പോലും വെള്ളം കയറാത്തൊരു ഏരിയയാണ്. ഈ സൈഡിലും ആവശ്യത്തിനുള്ള സ്ഥലമുണ്ട്. ഇതാണ് ഈ വീടിന്റെ സിറ്റ് ഔട്ട് വരുന്നത്. എല്ലാ സൗകര്യമുള്ളൊരു വീടാണ്. ആവശ്യത്തിനുള്ള ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. ഇതൊന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാണ്ട്, അതായത് നമ്മളെ രീതിയിലൊന്ന്. കാരണം ഈ വീടിന്റെ ഈ പെയിന്റിംഗ് ഒക്കെ മാറ്റി ഒന്ന് കംപ്ലീറ്റ് ഒന്ന് വൈറ്റ് കളർ അടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ വീടിന്റെ ലുക്കേ മാറി. കാരണം പുട്ടിയിട്ട് വൈറ്റ് കളറൊക്കെ അടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ്. പിന്നെ ഇതാണ് കിച്ചൺ വരുന്നത്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷൻ മാറ്റണം. കാരണം ഇതൊക്കെ പഴയ ഒരു ഇതാണ്. സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത്, അത്യാവശ്യം ഇന്റീരിയൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത്, കാരണം അതിനുള്ള വില ഇവർ ചോദിക്കണുള്ളൂ. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്നങ്ങോട്ട് ഭംഗിയാക്കി കയറണമെങ്കിൽ വീട് വേറെ ലുക്കാണ്. ഇത് ഫസ്റ്റ് ബെഡ്റൂം. ഇതൊരു അറ്റാച്ച്ഡ് ബെഡ്റൂം വേണ്ട, 4 ബെഡ്റൂമുള്ളത് 4 അറ്റാച്ച്ഡാണ്. കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഈ വീടിനാണെങ്കിൽ അവർ വലിയ വില ഒന്നും ചോദിക്കണില്ല. ഇവിടെ സ്ഥലത്തിന്റെ വില അവർ ഉദ്ദേശിക്കണമെന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് 2ാമത്തെ ബെഡ്റൂം. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. അത് കംപ്ലീറ്റ് മാർബിളാണ് ഇട്ടേക്കുന്നത്. കാരണം അന്നത്തെ കാലത്തെ ടോപ്പ് എൻഡ് വീടാണിത്. മൊത്തം ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ട പൂജാ റൂം വേണ്ട. പിന്നെ ഈ വീടിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10.5 സെന്റ് സ്ഥലവും 2500 സ്ക്വയർ ഫീറ്റ് വീടുമാണ്. ഇതിന് ചോദിക്കണ വില 1.10. പക്ഷെ നമുക്കൊരു 1 രൂപക്കൊക്കെ കിട്ടും. ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാല. കാരണം ചോദിക്കണതാണെങ്കിലും നമുക്ക് 1 രൂപക്കൊക്കെ കിട്ടും ഇത്. അപ്പോൾ ഇത് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കുറച്ച് പണികളുണ്ട് ഇതിനകത്ത്. കാരണം ഇതൊന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എടുക്കാനുണ്ട്. ഒരു 3-4 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് നല്ല ഭംഗിയായി. പിന്നെ പറ്റണമെങ്കിൽ ഈ ബാത്റൂമിന്റെ ഫിറ്റിങ്സ് ടൈലൊക്കെ അങ്ങോട്ട് മാറ്റാം. കാരണം ബാത്റൂമിന്റെ ടൈലും ഫിറ്റിങ്സ് ഒക്കെ മാറ്റണമെങ്കിൽ അധികം കാശൊന്നും ആവില്ല. കാരണം ഇപ്പോൾ സ്ക്വയർ ഫീറ്റിന് 4 രൂപ 40 രൂപ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈല് കിട്ടും. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ടൈലിട്ട് ഒരു ബാത്റൂമിനൊക്കെ കൂടി 250 സ്ക്വയർ ഫീറ്റ് മതിയാവും. അപ്പോൾ തന്നെ നമ്മൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് എടുക്കുമ്പോഴേക്കും നമുക്ക് 40 രൂപ കൂടി 40,000 രൂപ ഉള്ളൂ. പിന്നെ പണിക്കാശ് എല്ലാം കൂടി കുറച്ച് പൈസ. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക.